ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പം മഴയാണ് കേട്ടോ, നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. അപ്പം ഞാനുണ്ട്, ലച്ചുണ്ട്, പാച്ചുണ്ട്, നൗഷുക്കി ഉണ്ട് കേട്ടോ. അപ്പം ഗൈസ് നമ്മുടെ നൗഷുക്ക് ഇവിടെ ഉണ്ട്. പാച്ചുവിൻ്റെ കൈ മാത്രമേ ഉള്ളൂ ഗൈസ്, തലയൊക്കെ ഉള്ളിലാണ് കേട്ടോ. ഹായ് പറയും. ഹായ്. അപ്പം നമ്മള് കാട്ടിലാണ് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മള് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഗൈസ് നമ്മുടെ യാത്ര. നമ്മളിന്ന് വയനാട്ടിലെ കുറച്ച് സ്ഥലങ്ങളിലാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പം ഫോൺ വീഡിയോ എടുക്കുന്ന എല്ലാവരും യൂട്യൂബറാണ് കേട്ടോ. നമ്മുടെ ലച്ചൊക്കെ കണ്ടില്ല കേസ്, നമ്മുടെ തോൽപ്പെട്ടി ഫോറസ്റ്റ് എന്ത് ഭംഗിയാന്ന്. നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ. എന്താ നടന്നേ? കരടി തിന്നു മാന്നെ. എന്താ ചെന്നായി എന്തോ അല്ലേ. അത് കുറച്ച് ഒരു 2 വർഷം മുമ്പ് ഇവിടെ നിന്ന് എന്തോ ഒരു സംഭവം നടന്നു കേട്ടോ. ഈ മാന്നെ എന്തിനാ തിന്നുന്നുണ്ടായിട്ടോ, ചെന്നായിയാ തോന്നുന്നുണ്ട്. അപ്പം അതോള് പറയാൻ ആണേ. അവിടെ നല്ല ഇവിടെ നല്ലേ, ഇവിടെ നട്ടത് കണ്ടത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കാടിന്റെ കുറച്ച് ലാസ്റ്റ് ഭാഗത്തും ഇവിടെ ഒരു കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരാണ് ബേഗൂര് അല്ലേ ശുഗ? ബാംഗ്ലൂരല്ല, ബേഗൂര്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകളും ചെറിയ ചെറിയ വീടുകളും കാണാട്ടോ. ഇവിടെയൊക്കെ അതാ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇവിടെ ഒരു അംഗനവാടി, വായനശാല അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു പുഴ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. എന്താ ഇവിടെ ഒരു കണ്ടില്ലേ, ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. എന്നിട്ട് അതാ അവിടെ നിന്നിട്ട് ഞങ്ങള് കുട്ടികളെ കളിക്കും കേട്ടോ. ഇതാട്ടോ കണ്ടില്ലേ, കാണുന്നില്ലേ? ഇതാട്ടോ പുഴ കണ്ടത്. ഇതാട്ടോ നല്ല മനോഹരമായ പുഴയാണ്. ഇതിപ്പം മഴ ആയതുകൊണ്ട്, മഴ തുടങ്ങുകയാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാണ്. നല്ല മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. കണ്ടോ? അപ്പൊ ഗൈസ് അതാണ് കേട്ടോ പുഴ. പിന്നെ ഇവിടെ കുറച്ച് ഫോറസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലച്ചൊരു കോമഡി പറഞ്ഞായിരുന്നു. അപ്പം അതാണ് കേട്ടോ, ഞാനൊന്ന് കട്ടാക്കേണ്ടി വന്നു എനിക്ക് വീഡിയോ. വെള്ളപ്പൊക്കം എന്നുള്ളത് നമ്മൾ വേറെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. അപ്പൊ അവിടെ കുറച്ചിങ്ങനെ ഈ ഫോറസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും കുറച്ച് വീടുകളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വയനാട്ടിലത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയില്. അപ്പം നമ്മൾ പുൽപ്പള്ളി പോകുന്ന വഴിക്കുള്ള ഫോറസ്റ്റും ഞാനിതിൽ കാണിക്കും കേട്ടോ. അപ്പം നല്ല അതിമനോഹരമായ കാടും അതേപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലച്ചുണ്ട്. പാച്ചു ആയി പറയേ. മഴ പെയ്തപ്പോൾ ചില്ല് ഒന്ന് കയറ്റിയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എല്ലാവരും ഛർദ്ദിക്കുന്ന ആൾക്കാരാണ് കേട്ടോ, നൗഷുക്ക് ഒഴികെ. അപ്പോൾ പിന്നെ ഇവിടെയും കുറച്ച് വീടുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയും കുറച്ച് വീടുകളുണ്ട് കേട്ടോ. അത് വീട്
ഇവിടെ ഒക്കെ ഈ ഫോറസ്റ്റ് തന്നെയാ കേട്ടോ. ഇവിടെ ആനേനെ ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ, ഇത് ബേഗൂരാണ് കേട്ടോ സ്ഥലം. അപ്പൊ നല്ല മഴയാട്ടോ. മഴയത്തുള്ളൊരു യാത്രയാണ്, നല്ല വൈബായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. എവിടെ അത് കാട്ടുപോത്തല്ലേ ഗൈസ്, അത് സാധാ പോത്താട്ടോ. കാട്ടില് മേയുന്നതുകൊണ്ട് അതിനെ നമുക്ക് കാട്ടുപോത്ത് എന്ന് ഇപ്പൊ വിളിക്കാം. പക്ഷെ അത് കാട്ടുപോത്തല്ല കേട്ടോ. ഇവിടെ പിന്നെ എന്താ മേയ്ക്കാൻ വേണ്ടി വിട്ടതാണ്. പിന്നെ ഇവിടെ കേട്ടോ ഇപ്പൊ ഇവിടെ ആനേനെ മാനിനൊക്കെ കാണാറുണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് അധികം കാണാറുണ്ട്. ഷിപ്പൊന്നുമില്ല കേട്ടോ ഗൈസ്. എന്താ പറയാനുള്ളത് നമ്മുടെ ചാനല് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതെ, അപ്പം നമ്മുടെ ചെറിയൊരു ചാനലാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം കമന്റും ചെയ്യാം. അപ്പം ഇപ്പൊ ഫോറസ്റ്റ് അവസാനിക്കാറായി കേട്ടോ. നമ്മുടെ ആളുകൾ ഇങ്ങനെ പശുവിനെ ആടിനൊക്കെ മേയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു സംഭവം കെട്ടുന്നുണ്ട് കേട്ടോ. വീടൊന്നുമല്ല, എന്തോ ഫോറസ്റ്റിന്റെ തന്നെ തോന്നുന്നു. ഇവിടെയും കുറെ ഫോറസ്റ്റുകാർക്ക് ആക്കിയ വീടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുറച്ച് തട്ടുകടകളുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നത്. പിന്നെ ഫോറസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ എത്തിപ്പെടുന്നത് കാട്ടിക്കുളം ടൗണിലോട്ടായിരിക്കേ. കാട്ടിക്കുളം ഒരു വണ്ടി നിന്നു പോയതാവുന്നു അല്ലേ. പിന്നെ അതാ ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല മനോഹരമായൊരു പള്ളിയുണ്ട്. അപ്പൊ കേസ് ഇതാ ഇവിടെ കുറേ കാപ്പിത്തോട്ടങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം നമ്മുടെ കാട്ടിക്കുളം ടൗൺ എത്താറായി കേട്ടോ. ഇങ്ങനെ കുറച്ച് വളവും തിരിവൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ റോഡ്. ഇങ്ങോട്ടേക്ക് ഇപ്പം നല്ല മഴയാണ് കേട്ടോ. എന്താ പറ്റി? നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയിട്ടില്ലല്ലോ, അതിന്റെ മുന്നേ ക്ഷീണാണല്ലോ. ഇതാ നമ്മള് കാട്ടിക്കുളം എത്തിയിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കാട്ടിക്കുളം. ഇങ്ങോട്ട് നേരെ പോയിട്ടുണ്ടെങ്കിൽ മാനന്തവാടി എത്തും കേട്ടോ. അത് അങ്ങോട്ട് നേരെ പോയിട്ടുണ്ടെങ്കിൽ ബാവലി എത്തും കേട്ടോ. മൈസൂരിലോട്ടൊക്കെ പോവാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കാട്ടിക്കുളം. നമ്മളിപ്പം നേരെ പോകുന്നത് മാനന്തവാടിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് കാട്ടിക്കുളത്തോട്ടൊക്കെ നല്ല മഴയാണ് കേട്ടോ.
പിന്നെ ഇതാണ് കേട്ടോ കാട്ടിക്കുളം സ്കൂള്. അപ്പൊ ഗൈസ് നമ്മൾ മാനന്തവാടി എത്താനായിട്ടുണ്ട്. അപ്പം മാനന്തവാടി പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഒരു ചെറിയൊരു ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വളവും ചെരുവൊക്കെ ആയിട്ടുള്ളൊരു റോഡാണ് കേട്ടോ. അപ്പം ആ വഴി പോയാൽ പയ്യമ്പള്ളി പോവാം കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ മാനന്തവാടി എത്താനായിട്ടുണ്ട്. നമ്മൾ കാട്ടിക്കുളമൊക്കെ കഴിഞ്ഞു കേട്ടോ. കാട്ടിക്കുളം കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ ഒണ്ടങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. അങ്ങനെ നമ്മളിതാ മാനന്തവാടി എത്താൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ മത്താനാവുന്നുണ്ട് നമ്മൾ. ഇതാട്ടോ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, വിൻസെൻ്റേരി എന്ന് പറയും കേട്ടോ. ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഉമ്മാനെ ആദ്യം കാണിച്ചുകൊണ്ടുണ്ടായത്. അപ്പോൾ ഇതാട്ടോ ഹോസ്പിറ്റല്. ഇതാണ് ഒരു ഹോസ്പിറ്റൽ. അത് പൊളിച്ചെന്തോ പണിയാ തോന്നുന്നുണ്ട്. നമ്മളാ ഏരിയക്ക് തന്നെ മഴ കുറവില്ല, ഇങ്ങോട്ടേക്കൊക്കെ മഴ തന്നെ. അപ്പൊ ഇതാണ് കേട്ടോ ചെറ്റപ്പാലം. ഇവിടെ കേട്ടോ നമ്മുടെ അനിയനൊക്കെ താമസം. അപ്പം ഇവിടെ ഒരു ബ്രസീലിന്റെ ഫ്ലക്സ് ഉണ്ട് കേസ്, അതിൽ നമ്മുടെ അനിയന്റെ ഫോട്ടോ ഉണ്ട്. അപ്പം ഇതാണ് കേട്ടോ ചെറ്റപ്പാലം. അപ്പോൾ ഗൈസ് നമ്മൾ മാനന്തവാടി എത്തിയിരിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മാനന്തവാടി ടൗണ്. അപ്പം നമുക്ക് ഇവിടുന്ന് എൻ്റെ ഉമ്മാനെ കൂട്ടണം കേട്ടോ. അപ്പം ഉമ്മാനെ ഇവിടുന്ന് കൂട്ടിയിട്ട് വേണം നമ്മൾ പോവേണ്ട സ്ഥലത്തോട്ട് പോകാൻ. നമുക്ക് പുൽപ്പള്ളിയും കഴിഞ്ഞിട്ട് പാപ്പളശ്ശേരി എന്ന് പറയും കേട്ടോ, അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അപ്പം നമ്മളിതാ ഇവിടെ നിർത്തി, പിന്നെ അവിടെ നിന്ന് ഉമ്മാനെയും കൂട്ടി കേട്ടോ. അപ്പം ഉമ്മാനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ പുൽപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ഒരു വലിയ ചർച്ചുണ്ട്, അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ചർച്ചാണ് കേട്ടോ. അപ്പം പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങോട്ടേക്കൊന്നും വലിയ മഴയില്ല കേട്ടോ. നമ്മുടെ മാനന്തവാടി കാട്ടിക്കുളമൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ, എന്താണ് നിങ്ങളുടെ നാട്ടിലത്തെ അവസ്ഥ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ വയനാടിൻ്റെ ഭംഗിയാണ് കേട്ടോ ഈ വീഡിയോയിൽ അധികം ഉള്ളത്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള നമ്മുടെ വയനാട്. അപ്പം ഞാൻ മാനന്തവാടിയിൽ നിന്ന് ഉമ്മയും ഞങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് നമ്മുടെ വല്യമ്മനെ കാണാനാണ് കേട്ടോ. വല്യമ്മക്ക് ചെറിയൊരു വയ്യായി കണ്ട്, അപ്പം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി പോവുകയാണ് കേട്ടോ. അപ്പോൾ യെസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സീനത്തുമ്മയും എൻ്റെ അനിയത്തിയും ഉപ്പച്ചും ഉമ്മച്ചും പിന്നെ ഞാനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊരു പുഴയുണ്ട്, പിന്നെ അതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അപ്പോൾ കണ്ടില്ല ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തത് നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ. നമ്മുടെ വയനാട് കാണാത്ത കുറേ കൂട്ടുകാരുണ്ടാവുമല്ലോ, അപ്പം വയനാടിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി അങ്ങനെ കാണിക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. ആ സെയിം പുഴ തന്നെയാണ് കേട്ടോ ഇപ്പുറത്തും ഇതും കാണുന്നത്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഒരുപാട് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അധികം കൃഷിക്കാരാണ് കേട്ടോ ഈ ഏരിയയിലുള്ളത്. കണ്ടില്ലേ, നെല്ല് ഒക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ തെങ്ങ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഈ തെങ്ങിൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട്, തെങ്ങും കവുങ്ങൊക്കെ ഉണ്ട് കേട്ടോ. കവുങ്ങ് അതിൻ്റെ ഇടയിൽ മിസ്സായി പോവണ്ട, കവുങ്ങുമുണ്ട്. അങ്ങനെ നമ്മൾ വയനാടിൻ്റെ ഭംഗി, നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പം പുൽപ്പള്ളി എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം ഇതൊരു ഫോറസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പുൽപ്പള്ളിയിലോട്ട് എത്തുന്ന ഒരു ഫോറസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ മുന്നിൽ പ്രിയദർശിനി ബസ് പോകുന്നുണ്ട് ഗൈസ്. എന്താണ് നിങ്ങളുടെ പ്രിയദർശിനി ബസ്സിൻ്റെ അഭിപ്രായം എന്നും കൂടി ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് വയസ്സായ ആൾക്കാർക്ക്, ഗർഭിണികൾക്ക്, കുട്ടികൾക്ക്
അവർക്കൊക്കെയാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് എന്നാട്ടോ ഞാൻ പറയുന്നത്. അപ്പം അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടം. എന്തായാലും സ്ത്രീകൾക്ക് ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ അത് ഭാഗ്യമാണ്. എന്നാലും ആണുങ്ങൾ തന്നെ ഉണ്ടല്ലോ സുഖമില്ലാത്തവരും വയസ്സായവരൊക്കെ, അവർക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇതിവിടെ പറയണമെന്ന് തോന്നി ആ ബസ് കണ്ട. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഇതാ നമ്മുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മൾ ഇപ്പോൾ പുൽപ്പള്ളി എത്താനാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുൽപ്പള്ളി എത്താനാവുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ലച്ചു അതിൻ്റെ ഇടയിലൊന്ന് പിണങ്ങി ഗൈസ്. ഓള് വോയിസ് കൊടുക്കുമ്പോൾ ഓള് എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ പിണങ്ങി ഗൈസ്. ലച്ചു പിണങ്ങി കിടക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു നമ്മളിതാ തിരിച്ച് വരികയാണ് കേട്ടോ. നമ്മൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി നമ്മൾ അവരൊക്കെ കണ്ടു കേട്ടോ. അവിടെ പോയി അതൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ വീഡിയോ. നമ്മളൊരു സുഖമില്ലാത്ത ഒരാളെ കാണാൻ പോകുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും നേരം ഇരുട്ടാവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിന്ന് വന്യമൃഗങ്ങളൊന്നും കണ്ടില്ല, അവിടെ ഒരു മാനിനെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അപ്പം ഇതാ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് വരികയാണ്. ഇന്നത്തെ യാത്ര മുഴുവനും എവിടെയും ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. മുഴുവനും കാറിൽ ഇരുന്നിട്ട് നമ്മുടെ ഫോറസ്റ്റുകളും അതുപോലെ നമ്മുടെ കുറച്ച് കൊച്ചു ടൗണുകളൊക്കെ കറങ്ങിയിട്ടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ തോൽപ്പെട്ടി ഫോറസ്റ്റിലെത്തി, നമ്മുടെ തോൽപ്പെട്ടി നാട്ടിലെത്തി. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ മഴ തന്നെയാണ് കേട്ടോ. നമ്മൾ പോയ സ്ഥലത്ത് വലിയ മഴ ഉണ്ടായില്ല, നമ്മളെ പുഴയൊക്കെ നിറയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ, വയനാട്ടിലത്തെ യാത്രകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെ പോയി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പാച്ചു ഇന്നത്തെ യാത്ര? പറഞ്ഞാൽ നല്ല വൈബായിരുന്നു. അപ്പം ഞാൻ ബേക്കിൽ കിടന്നിട്ട് ആസ്വദിക്കായിരുന്നു. ലച്ചുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അപ്പം ലച്ചുക്കും പാച്ചുക്കൊക്കെ ഈ ചൂടിനെക്കാട്ടിലും സുഖം മഴയത്ത് യാത്ര ചെയ്യുന്നതാണ് കേട്ടോ. കാരണം വലിയ ക്ഷീണം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മളെ ഉമ്മയുണ്ട് കേട്ടോ നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിലോട്ട്. ഉമ്മ നാളെ രാവിലെ തിരിച്ച് നേരെ പോകും കേട്ടോ, നാട്ടിലോട്ട് പണിക്ക് പോകും. എല്ലാവരും അങ്ങനെ വല്യമ്മാനൊന്ന് കാണാൻ വേണ്ടി വന്നതാട്ടോ. നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ ബ്രസീലിൻ്റെ വമ്പൻ കൂറ്റം ഫ്ലെക്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അർജൻറ്റീനേൻ്റെതും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പോർച്ചുഗലിൻ്റെ ഉണ്ട് കേട്ടോ. ഇവിടെ ബ്രസീൽ ഫാനായാൽ പാച്ചു ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വന്നു, ഇതാ ഫുഡൊക്കെ കഴിച്ചു. ഇലയിലായിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പം നല്ല സദ്യ ഉണ്ടായിരുന്നു, സദ്യ പോലെ ആക്കി കേട്ടോ. അപ്പോൾ ലച്ചുക്ക് ഇലയിൽ ഫുഡ് കഴിക്കണം എന്ന് വാശിയായിരുന്നു.